യാത്രയൊക്കെ സുഖമായിരുന്നോ? ഓ സുഖായിരുന്നു. മഹേഷ് ശർമ്മ. ഞാൻ നരസിംഹൻ. ഇതെന്റെ ഭാര്യ രാജലക്ഷ്മി. ഓ, ഇത് മൂത്ത മകൻ സൂര്യസിംഹൻ. അത് രണ്ടാമത്തെ മകൻ ചന്ദ്രസിംഹൻ. ഇളയത് മോള, പൂനെയിൽ പഠിക്കും. അല്ല, ഈ നാട്ടില് സ്കൂളൊന്നുമില്ലേ? ഈ പാവങ്ങളുടെ പേരിലാണോ 100-ലേറെ ക്രിമിനൽ കേസ് ഉണ്ടെന്ന് പറഞ്ഞത്? മീശയും താടിയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. കണ്ടറിഞ്ഞൂടെ മരമണ്ടന്മാരാണെന്ന്. എന്താ പറഞ്ഞേ? ഒന്നുമില്ല എന്റെ സാറേ, നിങ്ങളൊക്കെ ഭയങ്കര ഗുണ്ടകളാണ്. ഇപ്പൊ ഇറങ്ങിയ ഉടനെ വെട്ടിക്കളയും കുത്തിക്കളയും എന്നൊക്കെ പറഞ്ഞ് ഇയാൾ വെറുതെ പേടിപ്പിച്ചിരുന്നു. മുത്തു, നോക്കിയും കണ്ടൊക്കെ ചെയ്തൂടെ? അന്നപൂർണേശ്വരി തൊഴുത് അനുഗ്രഹം വാങ്ങിച്ചോളൂ. ഇവിടെ നേർച്ചയിടേണ്ടി വരുമോ? അങ്ങോട്ട് ഇതെന്താ വീടിനകത്ത് പശുത്തൊഴുത്ത്? ഗോക്കൾ ഞങ്ങൾക്ക് ദൈവത്തെ പോലെയാ. ഓ, ഗോപരിചരണം ഇവിടുത്തെ ആചാരമാണ്. ഓ, പക്ഷെ ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. എവര് തുണി കൊടുക്കും, കന്നുകാലികൾ തുണി കൊടുക്കൂല. sir, when can we see the documents? ഹലോ, എന്തോന്ന് എവരോടൊന്ന് ഇംഗ്ലീഷ് സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല. ABCD അറിഞ്ഞുകൂടാത്ത ടീമാണ്. ഞാൻ പറഞ്ഞു മനസ്സിലാക്കി. അതായത് ബോംബെയിലൊക്കെ നിങ്ങളെപ്പോലുള്ള ഒരുപാട് ഗുണ്ടകളുണ്ട്. അവരുമായിട്ട് ഞങ്ങൾ കച്ചവടം ചെയ്യുമ്പോൾ സാധാരണ 5% കമ്മീഷനാണ് കൊടുക്കാറ്. നിങ്ങൾ ഞങ്ങളോടൊപ്പം മര്യാദയ്ക്ക് സഹകരിച്ച 10% കമ്മീഷൻ. എന്തു പറയുന്നു? ഇത്രയും ദൂരത്തുനിന്ന് വന്നതല്ലേ, ഭക്ഷണം കഴിച്ചിട്ടാവാം ബിസിനസ്. ഇവിടെ നോണൊന്നും ഇല്ലേ? ഞങ്ങള് വെജിറ്റേറിയൻ ഫാമിലിയാ. എന്തോന്ന് വെജിറ്റേറിയൻ? ഒരു പശുവിനെ തലക്കടിച്ച് ഒന്ന് കറി വെച്ചൂടെ? ഇതെന്തോന്ന്? ചീരച്ചട്നിയാ. കളർ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ചാണകമാണെന്ന്. അയ്യോ, ഹലോ, കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചേ. ആ അതെ അതെ, എടാ ഡീലൊക്കെ കഴിഞ്ഞു. ഇറ്റ്സ് സിമ്പിൾ. ഞാൻ വരുന്നു, കാര്യങ്ങൾ ഓക്കെ ആക്കുന്നു. ഇനി ടൗല് പ്രത്യേകം ആ അതൊന്നും ഒരു കുഴപ്പമില്ലടാ.